ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തണേ. പുതിയ ചാനലാണ്, എല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ച് ചാനലൊന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ട മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. കുറച്ച് ടൈമിൽ കൂടുതൽ മെറ്റീരിയൽ ഞാൻ കുത്തി നിറച്ച് തരുന്നത്. നിങ്ങളുടെ ടൈമിനെ മാനിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. കുറേ ലാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നില്ല എല്ലാവരെ പോലെയും. അപ്പോൾ ഇന്ന് ലൈവിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ, നൂറയും ആദിലയും ചെറിയ വാക്ക് തർക്കമുണ്ടാകുന്നു. അതുപോലെ തന്നെ ആദിലയും അനുമോളും തമ്മിൽ ചെറിയ വാക്ക് തർക്കമുണ്ടാകുന്നു. അതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദില അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൗണ്ടേഷനും ഐലൈനറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. ആദില, നിങ്ങൾക്ക് തന്ന സൂചി നൂലും തിരിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആദിലയുടെ അടുത്ത്, ഞാൻ സൂചി തിരിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആദില പറയുന്നത്, അതെനിക്കറിയാം, നൂലെവിടെ, അനുമോളെ നൂലെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് കള്ളത്തി, ശരിക്കും കൊച്ചു കള്ളത്തി എന്ന് പറയും, നൂലല്ലേ, കൊച്ചു കള്ളത്തി പറയുന്നുണ്ട് നൂലുണ്ട് എന്ന്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, അതെ നീ അടവറക്കരുത് കേട്ടോ, നീ എന്തിനാ ഈ ഡ്രാമ കളിക്കുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നൂലുണ്ടെങ്കിൽ എടുത്തു വെക്കാൻ, അപ്പം ബിഗ് ബോസിന് കൊടുക്കാൻ പറഞ്ഞല്ലേ, നീ എന്തിനാ എടുത്തു വെക്കുന്നത്, കള്ളത്തി, ബിഗ് ബോസ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് ഗതികേട് വന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ വേഗം അനുമോൾ പോയിട്ട് നൂല് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അനുമോൾ ആ നൂല് ഒന്ന് ഒളിപ്പിച്ച് വെച്ചതാണ്. അതുകൊണ്ട് അനുമോൾ ആ നൂല് വേഗം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നുണ മാത്രം പറയുന്നത്, സൂചിയില്ല, സൂചിയും നൂലും നിനക്ക് എന്തിനാടി ഇത് എടുത്തു വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അനുമോൾ ദേഷ്യം പിടിച്ച് മുഖം കയറ്റി പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയുടെ അടുത്തതുപോലെ പറയുന്നുണ്ട്, ഓണത്തിന് കൊടുത്ത വസ്തുക്കളൊന്നും തിരിച്ചു വെക്കാൻ പറയുന്നുണ്ട്. ലക്ഷ്മി വേഗം ബിന്നിനെ വിളിച്ച്, ബിന്നി ഇതൊന്ന് പിടിച്ച് ഞാൻ വേഗം പോയി കൊണ്ടുവച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മി ഓടി വന്ന് ഓണത്തിൻ്റെ കുറച്ച് മെറ്റീരിയൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൂറയും ആദിലയും തമ്മിൽ കുറച്ച് സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നൂറ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഒരു വട്ടേ പറയുകയുള്ളൂ, 2 തവണ പറയുകയില്ല, ബേബി അതൊന്നും അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വന്നത് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത് ശരിയാണ്, ബേബി ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ബേബി തന്നെ 2 സ്റ്റാൻഡ് എടുക്കരുത് എന്നൊക്കെ ആദില പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും ബേബി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാനത് അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല. നമ്മൾ എന്താണ് ഇന്നലെ സാബുമോൻ തന്നെ പറഞ്ഞത്, നമ്മളിപ്പോൾ ഫുള്ള് പാസ്റ്റ് എടുത്ത് പെരുമാറുന്നവരാണെന്ന്. അപ്പോൾ അതൊക്കെ വിട്ടുകള ബേബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, ഞാൻ ഇങ്ങനെ പെരുമാറുകയുള്ളൂ, എനിക്കിങ്ങനെ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഞാനൊരു വട്ടം 2 വട്ടം മാക്സിമം പറയും, പിന്നെ ഞാനത് മാറ്റും, എനിക്ക് പറ്റാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് എൻ്റെ പാർട്ട്ണറായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളത്, മറ്റുള്ളവരുടെ വായ മൂടിക്കെട്ടാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എൻ്റെ ക്യാരക്ടർ ബേബിക്ക് അറിയാലോ, ഞാനിങ്ങനെ പെരുമാറുള്ളൂ എന്ന് അറിയാലോ എന്ന് പറയുന്നത്. അപ്പോൾ അതില ശരിയാണ്, ബേബിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, നീ രണ്ടിനും ബേബി അങ്ങനെ തന്നെ പറയാൻ നിൽക്കരുത്.